ദ ജേർണലിസ്റ്റിലേക്ക് ഇറാന് ഇനി വെറും 10 ദിവസം മാത്രമേ ആയുസുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ചില വർഗീയ യൂട്യൂബർമാരടക്കം ആർത്തുല്ലസിച്ച് കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രം ആ ഇസ്ലാമികം കണ്ട് ഹാലിളകുന്ന കൂട്ടരുടെ ഇടയിലേക്കാണ് ഇവര് ഇമ്മാതിരി പച്ച നുണകളും വ്യാജ പ്രചാരണങ്ങളും അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. മറുനാടൻ മലയാളി ഉടമ സാജൻ ചെയ്ത ആ യൂട്യൂബറുടെ ഒരു വീഡിയോ നോക്കുക. ഇനി 10 ദിവസം കൂടി പിന്നെ തീ നരകം, അന്ത്യശാസനയുമായി ട്രംപ്. കുഴപ്പമില്ല, ട്രംപിൻ്റെ അന്ത്യശാസനയാണ്, അങ്ങനെ തന്നെ കൊടുക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നൊരു വരി നോക്കുക. ഇറാന് 10 ദിവസം കൂടി ആയുസ് നീട്ടി നൽകി ട്രംപ് എന്ന്. ഇതുപോലെയൊക്കെ വിടുവായത്തരം പറയുന്നവന്മാരെ എന്ത് ചെയ്യണമെന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. കാരണം മുമ്പ് ഹമാസിൻ്റെ ഗർത്തങ്ങളിലേക്ക് വേട്ടപ്പട്ടികളും ഹമാസിൻ്റെ ഗർത്തങ്ങളിലേക്ക് സമുദ്രജലവും ഒക്കെ ഇരച്ചെത്തി ഹമാസിൻ്റെ ആളുകൾ മുഴുവൻ 2 ദിവസം കൊണ്ട് കാലപുരിയിലേക്ക് പോയി ബന്ദികളെ മുഴുവൻ നെതന്യാഹു തിരിച്ചെടുത്തുകൊണ്ട് പോകുമെന്ന് അലറി വിളിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. അന്താരാഷ്ട്ര രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഒരു ബോധവും ബുദ്ധിയുമില്ലാതെ സംഘപരിവാറിൻ്റെ അടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് കിട്ടുന്ന വാട്സാപ്പ് ഫോർവേഡുകൾ ആധികാരികമായ രേഖയാണെന്ന മട്ടിൽ ചർച്ചിച്ചു തള്ളുന്ന അല്ലെങ്കിൽ ഛർദ്ദിച്ചു തള്ളുന്ന ടീമുകളാണിവർ. ഇവരൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ എന്ന് യുക്തിസഹമായി ജനങ്ങളൊന്ന് ചിന്തിക്കണമെന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. കാരണം എന്താണെന്നറിയോ, ഈ ട്രംപ് 10 ദിവസം ഇറാന് ആയുസ് നീട്ടി നൽകി എന്നൊക്കെ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? കഴിഞ്ഞ 2-2.5 മാസമായി ട്രംപ് അമേരിക്കയിൽ കിടന്ന് ഉറഞ്ഞു തുള്ളുകയാണ്. ഇറാനോട് ഭീഷണി മുഴക്കുന്നു. ഇറാനിലേക്ക് USS എബ്രഹാം ലിങ്കൺ എന്ന കപ്പൽ ഏതാണ്ട് 1.5 മാസം മുമ്പേ പറഞ്ഞു വിടുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ജിറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പടക്കപ്പൽ അതിന് പിറകെ വിടുന്നു. അതിനുശേഷം 40,000-ഓളം സൈനികരെ 8 അറബ് രാജ്യങ്ങളിലായി അഡീഷണലായി വിന്യസിക്കുന്നു. F-35, F-15, F-16 ഒക്കെ അടങ്ങുന്ന ഏറ്റവും പുതിയ യുദ്ധവിമാനങ്ങളുടെ ഒരു ശ്രേണി 1 മാസമായി കടൽക്കാറ്റും കൊണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആ കപ്പലുകളിൽ വെറുതെ കിടക്കുകയാണ്. എന്നിട്ട് ഓരോ ദിവസവും ട്രംപ് പറയുകയാണ്, ഞാൻ 10 ദിവസം കൂടി തരുന്നു, 24 മണിക്കൂർ കൂടി തരുന്നു, ഈ ഒരു ചർച്ചയിൽ നിങ്ങൾ തീരുമാനം ഞങ്ങളുടെ ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ പിന്നെ ഇറാൻ ബാക്കിയുണ്ടാകില്ല. ഇത് എത്രയായി ട്രംപ് പറയാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് ഇതുവരെ ഇറാൻ്റെ ഒരു രോമത്തിൽ തൊടാൻ ട്രംപിനും കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല, അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതേസമയം ഇറാൻ അവരുടെ അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പലിന് നേരെ 8 ബോട്ടുകൾ തൊടുത്തുവിട്ടു. ആ ബോട്ടുകൾ എത്തിയപ്പോഴേക്കും എണ്ണക്കപ്പൽ അതിവേഗത്തിൽ ഓടിച്ച് രക്ഷപ്പെട്ടു പോവുകയാണ്. ഒരു ഡ്രോൺ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിലേക്ക് അയക്കാൻ ഇറാൻ ധൈര്യം കാണിച്ചു. പക്ഷേ ട്രംപ് എന്താണ് ചെയ്യുന്നത്? വളഞ്ഞ വഴിയിലൂടെ ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. അതടക്കം അടപടലം പൊളിച്ച ആളുകളാണ് ഇറാൻ. ആ ഇറാനോടാണ് 10 ദിവസം നിങ്ങൾക്ക് ദാനമായി ഞങ്ങൾ നൽകുകയാണെന്ന് ട്രംപ് പറഞ്ഞു എന്നൊക്കെ ഇമാതിരി ഭോഷ്കന്മാർ വീഡിയോ ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കാണ്. ആ ഇസ്ലാമിക കാണുമ്പോഴാണ് ഈ മുസ്ലിം വിരുദ്ധ ചിന്താഗതിയുള്ളവർക്കൊക്കെ ഇറാൻ തീരണം എന്ന് തോന്നുന്നത്. അല്ലാതെ അന്താരാഷ്ട്ര നയതന്ത്ര കാര്യങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ചോ ഒരു ധാരണയും ഇവർക്ക് ഉണ്ടായിട്ടല്ല. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലും ഇറാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ച റഷ്യയും ചൈനയും ഇന്ത്യയുമാണ്. ഇന്ത്യയും ഇറാനും തമ്മിൽ അത്രയധികം ആത്മബന്ധമുണ്ട്. പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഇറാനാണ് ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചത്. അന്ന് അമേരിക്ക പാകിസ്ഥാന് വിരുന്നു കൊടുക്കുകയാണ് ട്രംപ്. എന്നിട്ടാണ് ഇവിടെ ഇരുന്നിട്ട് ഇറാൻ ഇപ്പം തീരും, ട്രംപ് വിഴുങ്ങും, തീ തുപ്പും എന്നൊക്കെ കിടന്ന് തള്ളുന്നത്. ആലോചിച്ച് നോക്കൂ, എന്താണ് അവസ്ഥ? ഇപ്പം ഞാൻ വീഡിയോകൾ ചെയ്യുന്നുണ്ട്, പലരും വിമർശിക്കാറുണ്ട്, ഉടൻ യുദ്ധം തുടങ്ങുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് നടക്കുന്ന കാര്യമല്ല. ശരിയാണ്, നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ ആ വീഡിയോ ചെയ്യുമ്പോൾ കൃത്യമായി അതിന് കാരണം പറയുന്നുണ്ട്. ഉടൻ യുദ്ധം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ യുദ്ധത്തിനുള്ള മൂവ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാതെ 10 ദിവസത്തെ ആയുസ് ഇറാന് നീട്ടി നൽകി എന്നുള്ള വങ്കത്തരമല്ല. ആലോചിച്ച് നോക്കുക, 10 ദിവസത്തെ ആയുസ് ഇറാന് നീട്ടി നൽകുകയാണ് ട്രംപ് എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം എന്താണെന്നറിയോ? ഇവിടെ ഇറാൻ ആയുസ് നീട്ടി നൽകുന്നില്ല ആരും. ഇറാൻ അവരുടെ ആയുസ് വീണ്ടെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരമാധികാര റിപ്പബ്ലിക് രാജ്യമാണ്. 47 വർഷമായി അവിടെ ഇസ്ലാമിക റിപ്പബ്ലിക് ഭരണം വന്നിട്ട് ആ ഭരണത്തെ താഴെ വീഴ്ത്താൻ ഇത് ആദ്യമായിട്ടല്ല ശ്രമം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് എത്രയോ തവണ
ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നു, ഖാംനെയി ഭരണം താഴെ വീഴുന്നു, ഇറാന് നേരെ ഇസ്രായേൽ ആക്രമിക്കുന്നു, ഇസ്രായേൽ ആക്രമിച്ചാൽ ഇറാൻ ഈ ഭൂമിയിൽ കാണില്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പല യൂട്യൂബർമാരും, ഈ യൂട്യൂബർ അടക്കമുള്ള യൂട്യൂബർമാർ പറഞ്ഞു ഇസ്രായേൽ അടുത്തത് ഇറാനെ അടിക്കും, ഇറാൻ്റെ പൊടി പോലും കാണില്ല. അപ്പോഴും നമ്മൾ പറഞ്ഞു ഇറാൻ അങ്ങനെ ചെറിയൊരു ശക്തിയല്ല. ഇറാനിൽ ലക്ഷക്കണക്കിന് സൈനികരുണ്ട്, മിസൈലുകളുണ്ട്, ഡ്രോണുകളുണ്ട്, റഷ്യയുടെ ടെക് സപ്പോർട്ടുണ്ട്, സാറ്റലൈറ്റ് സപ്പോർട്ട് ചൈനയുടെ അടക്കമുണ്ട്. അപ്പോൾ അത്രയും വിപുലമായ ഒരു സന്നാഹങ്ങളുള്ള ഒരു രാജ്യത്തെ, IRGC പോലെയൊക്കെയുള്ള വലിയ മൂവ്മെൻറ്റ്സ് ഉള്ള ഒരു രാജ്യത്തെ ഒറ്റയടിക്ക് പോയിട്ട് ഇസ്രായേൽ 2 മിസൈലോ ബോംബോ ഇട്ട് തീരുന്നതല്ല. അത് പറഞ്ഞതുപോലെ സംഭവിച്ചു. കഴിഞ്ഞ ജൂണിൽ ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ അയച്ച് ഇറാനെ ആക്രമിച്ചു. അന്ന് ഇവിടെ പലരും പറഞ്ഞു ഇറാൻ തീർന്നു എന്ന്. നമ്മൾ അപ്പോഴും പറഞ്ഞു ഇറാനൊന്നും സംഭവിച്ചിട്ടില്ല. അതല്ലായിരുന്നു സത്യം. പിന്നീട് ലോകം അറിഞ്ഞില്ലേ? ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് അമേരിക്ക പറഞ്ഞു, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറഞ്ഞു അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആണവോർജ്ജം ലീക്കായേനെ, അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ നുണകളും വ്യാജ പ്രചാരണങ്ങളും നടത്തി ആ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് കാണുമ്പോൾ വർഗീയ വികാരങ്ങൾ ഉണർന്നിട്ട് വെറുതെ കിടന്ന് അടിക്കുകയാണ് കുറേ ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശരിക്കും ഉണ്ടായത് എന്താ? ശരിക്കും സംഭവിച്ചത് എന്താണെന്നറിയോ? ഇപ്പോൾ അമേരിക്കയുടെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായിട്ടുള്ള ബ്രിട്ടനും ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട വാർത്താ ചാനലുകൾ നോക്കിയാൽ നിങ്ങൾക്ക് ആ വാർത്ത കാണാൻ പറ്റും. അതായത് ഞങ്ങളുടെ സൈനിക താവളങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് എന്ന് ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നു. ഇറാന് നേരെ ഒരു യുദ്ധം ഉണ്ടാകരുത് എന്നുള്ളതാണ് ബ്രിട്ടൻ്റെ നിലപാട്. ഇതേ നിലപാടാണ് 8 അറബ് രാജ്യങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. UAE, സൗദി, ഒമാൻ, കുവൈറ്റ്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ടാവും, പക്ഷേ അവിടെ നിന്ന് ഒരു കാരണവശാലും ഒരാക്രമണം ഒരിക്കലും ഇറാനിലേക്ക് ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 8 രാജ്യങ്ങൾ അവിടെ, 9ാമതായി ബ്രിട്ടൻ രംഗത്ത് വന്നിരിക്കുന്നു. ആകെ ഇസ്രായേലും ഈ അമേരിക്കയും മാത്രമാണ് യുദ്ധം വേണം, ഇറാനെ ആക്രമിക്കണമെന്ന് പറയുന്നത്. പിന്നെ പശ്ചിമേഷ്യയിൽ നോക്കുകയാണെങ്കിൽ ജോർദാനിലും അമേരിക്കയുടെ കുറച്ച് സൈനിക കേന്ദ്രങ്ങളുണ്ട്. ജോർദാനിൽ നിന്ന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. വേറെ ഒരു രാജ്യങ്ങളും ഈ ചുറ്റുവട്ടപ്പെട്ട പ്രദേശത്ത്, അതായത് ഒരു പ്രാദേശിക യുദ്ധമായി വളരാനുള്ള സാധ്യതയാണല്ലോ മുന്നിൽ കാണുന്നത്. അപ്പോൾ ഈ ചുറ്റുവട്ടത്താകെ ഇസ്രായേലും അമേരിക്കയും മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇറാനെ ആക്രമിക്കണമെന്ന് പറയുന്നത്. എന്നാൽ മറുവശത്ത് ഇറാനൊപ്പം ചൈനയും റഷ്യയും കട്ടക്കുണ്ട്. അവർ സംയുക്തമായി നാവികസേനയെ വിന്യസിച്ചിട്ടുണ്ട് ഹോർമുസ് കടലിടുക്കിൽ. അതുപോലെ ഇറാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെ വന്നാലും ഞങ്ങൾ ആക്രമിക്കും, ഞങ്ങൾക്കൊരു ഭയവുമില്ല എന്നാണ്. അങ്ങനെ തുടക്കം മുതൽ ഒരേ നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഇറാന് എങ്ങനെയാണ് അമേരിക്ക 10 ദിവസം ദാനമായി നൽകുന്നത്? അതാണ് ചോദ്യം. അപ്പം അത് ഭൂലോക തെറ്റാണെന്നേ, മണ്ടത്തരമാണ് പറയുന്നത്, വങ്കത്തരമാണ് പറയുന്നത്. കാരണം അമേരിക്ക ദാനം നൽകിയത് കൊണ്ടാണോ ഇറാൻ ഇത്രയും കാലം മുന്നോട്ട് പോയത്? ഈ ഇറാനിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ട്രംപ് എന്താണ് പറഞ്ഞത്? നിങ്ങൾ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിയാൽ ഞങ്ങളുടെ സൈന്യം ഉടൻ അവിടെ ഇറങ്ങുമെന്ന്. എന്നിട്ട് ഇറാനിൽ അമേരിക്കയുടെ വാക്കും കേട്ട് പ്രക്ഷോഭത്തിന് പോയ പ്രക്ഷോഭകാരികൾ പറഞ്ഞു ട്രംപ് ചതിയനാണ്, ഇയാളെ വിശ്വസിച്ചായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ് എന്ന്. അപ്പോൾ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ കരുത്തെന്താണ്? അവരുടെ ആത്മാഭിമാനം എന്താണ്? അവരുടെ ശക്തി എന്താണ്? അത് ഈ പറയുന്ന എല്ലാത്തരം ശക്തികളും, സൈനിക ശക്തിയും ഭരണാധികാരികളുടെ കരുത്തുമൊക്കെ എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ട്രംപ് ഈ ഭീഷണി മുറക്കുന്നത്. ഭീഷണിക്കപ്പുറം ട്രംപിനൊന്നും പറയാനില്ല. ഈ 2 മാസത്തെ ചരിത്രം വാർത്തകളൊന്ന് തിരിച്ചോടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ ട്രംപ് പറച്ചിൽ മാത്രമേ ഉള്ളൂ, ചില മൂവ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ കപ്പലുകളും കാര്യങ്ങളൊക്കെ അയക്കുന്നതാണ്. അപ്പോൾ പലരും പറയും വെനസ്വേലയിൽ ഇങ്ങനെയായിരുന്നു, വെനസ്വേലിൻ്റെ അതേ മോഡലിലാണ് ഇവിടെയും ഈ നീക്കങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ 1 മാസമായി ഇങ്ങനെ കപ്പൽ വെയിറ്റ് ചെയ്യുന്നു, കുറേ സൈനികർ നിൽക്കുന്നു, വിമാനങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഏത് നിമിഷവും ഇറാനിലേക്ക് ഒരു അടിക്കും. B-2 ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണെന്ന് പലരും പറയും. പക്ഷെ എന്താണെന്നറിയോ ഇതിൻ്റെ കാര്യം? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വെനസ്വേലയല്ല ഇറാൻ. വെനസ്വേലയുടെ ആയുധശക്തിയോ വെനസ്വേലയുടെ ഭരണാധികാരിയുടെ മികവോ അല്ല ഇറാനിലുള്ളത്, അതിൻ്റെയൊക്കെ പല മടങ്ങാണ്. ഇന്ന് മാത്രമല്ല റഷ്യയും ചൈനയും ഒരു ഘട്ടത്തിൽ ഇന്ത്യയും പല കാര്യങ്ങളിലും ഇറാനെ പിന്തുണച്ചിട്ടുണ്ട്. റഷ്യയും ചൈനയും നേരിട്ട് പിന്തുണയാണ്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു യുദ്ധം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടായാൽ ഇത് ലോകം മുഴുവൻ വലിയ പ്രശ്നമാവും, വിനാശകരമായ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ എന്താ ഉണ്ടാവുക? സകല കുറ്റവും അമേരിക്കയുടെ തലയിൽ വരും. അമേരിക്കയ്ക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയുമോ? പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ പിന്നെ അമേരിക്കയുടെ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ മരുമകൻ്റെ റിയൽ എസ്റ്റേറ്റ് സ്വപ്നങ്ങൾ ഇവിടെ നടക്കുമോ? പശ്ചിമേഷ്യയിൽ നടക്കുമോ? ഈ അറബ് രാജ്യങ്ങൾ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ?
ഒരു മിസൈൽ എങ്ങാനും അമേരിക്ക അയച്ചു ബ്രിട്ടനിലേക്ക് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബോംബിംഗ് നടത്തിയെന്ന് വിചാരിക്കുക ഇറാനിലേക്ക്, പൊടുന്നനെ അറബ് രാജ്യങ്ങൾ പ്രശ്നവുമായി വരില്ലേ? ഇസ്രായേൽ എന്തോ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയില്ലാതെ ആക്രമിക്കാൻ കഴിയുന്ന ഒരു ഒറ്റയ്ക്കുള്ള ഒരു രാജ്യമല്ല ഇസ്രായേൽ. അത്രയും വലിയ പവർ അവർക്കില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ച് നിലവിൽ ആരുടെയും പിന്തുണയില്ലെങ്കിലും ആക്രമിക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട് അവർ. അത് കഴിഞ്ഞ ജൂണിൽ നമ്മൾ കണ്ടതാണ്. B-2 ബോംബർ വിമാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഇറാനിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ട് തൊട്ടു പിന്നാലെ 12 ദിവസമാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇറാൻ അത്രയും കരുത്തുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന് അമേരിക്ക ദാനമായി 10 ദിവസം കൂടിയൊക്കെ നൽകിയെന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയ ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. അതൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ആളുകളോട് ഒന്നും പറയാനുമില്ല. നിലവിൽ ഇറാൻ അവരുടെ പരമാധികാരത്തിൽ അവരുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് അവരുടെ നിലപാടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തുടക്കം മുതലേ അങ്ങനെ തന്നെ. അവർ ഒറ്റ നിലപാടേ ഉള്ളൂ. ഇപ്പോൾ ആണവ ചർച്ച നടന്നു. ആദ്യത്തെ ചർച്ച നടന്നപ്പോൾ അമേരിക്ക പറഞ്ഞു ഇറാൻ ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ, ഈ ചർച്ച പരാജയപ്പെട്ടാൽ ഞങ്ങൾ ഇപ്പോൾ ഇറാനെ തീർക്കുമെന്ന്. ആ ചർച്ച പരാജയമായിരുന്നു. പരോക്ഷ ചർച്ചയാണെങ്കിലും അത് പരാജയമായിരുന്നു. ഇറാൻ അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തില്ല, ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കില്ല, പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരണം ഞങ്ങൾ തുടരും, അതിന് തോത് കുറയ്ക്കാം, തോത് കുറച്ചാൽ നിങ്ങൾ ഞങ്ങളുടെ ഉപരോധം മുഴുവൻ നീക്കി ഞങ്ങളെ സ്വതന്ത്രമാക്കണം എന്ന് ഇറാൻ പറഞ്ഞു. കറക്റ്റായ നീക്കമായിരുന്നു. കാരണം അങ്ങനെ ഉപരോധം നീക്കിയാൽ പിന്നെ ഇറാൻ ലോകശക്തിയായി വളരും, വലിയ ശക്തിയാവും. അവരുടെ എണ്ണപ്പാടങ്ങൾ മുഴുവൻ ആക്റ്റീവ് ആവും. അവർക്ക് അത്രയധികം ഇൻ്റർനാഷണൽ വരുമാനം ലഭിക്കും. പിന്നെ അവർ പിടിച്ചാൽ കിട്ടില്ല. അതറിയുന്നതുകൊണ്ട് ട്രംപ് ഊരാക്കുടുക്കിലായിപ്പോയി, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ രണ്ടാമത് ചർച്ച വെച്ചു. രണ്ടാമത്തെ ചർച്ചയും പരാജയമായിരുന്നു. ആ സമയത്തും ട്രംപ് പറഞ്ഞു ഈ ചർച്ച പരാജയപ്പെട്ടാൽ B-2 ബോംബർ വിമാനങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഒരു ദ്വീപ് സമൂഹത്തിലാണ്, അത് ഡിയേഗോ ഗാർസിയ എന്ന് പറയുന്ന ഒരു ദ്വീപ് സമൂഹത്തിലാണ് ആ B-2 ബോംബർ വിമാനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ എടുത്തിട്ട് വന്ന് ആക്രമണം നടത്തി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ഇറാൻ ഒരു ഭയവുമില്ല. അങ്ങനെ ഭയമില്ലാതെ നിൽക്കുന്ന ഇറാനെ ഭയന്ന് അമേരിക്ക യുദ്ധ നീക്കത്തിൽ നിന്നൊരു 10 ദിവസത്തേക്ക് കൂടി ലീവ് എടുത്തിരിക്കുകയാണ്. ഈ 10 ദിവസം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ചില സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്താൻ വേണ്ടിയുള്ള സമയമെടുത്തതാണ് അമേരിക്ക. ഇറാനെ ഭയന്ന് അമേരിക്ക വിന്തിരിഞ്ഞോടി എന്നൊരു ചിത്രം ലോകത്തിന് മുന്നിൽ വന്നാൽ ട്രംപിൻ്റെ ഗ്യാസ് പോകും, ട്രംപിൻ്റെ ഫ്യൂസ് അടിച്ചു പോകും. എന്ന് മാത്രമല്ല അമേരിക്കയ്ക്ക് പിന്നെ ലോക പോലീസ് കളിക്കാനും പറ്റില്ല. ഇറാൻ വലിയ ശക്തിയാണെന്ന് ലോകം തിരിച്ചറിയും. പശ്ചിമേഷ്യയിലൊരു സ്ട്രോങ് ബെൽറ്റ് ഉണ്ടാവും. അതൊക്കെ ഭയന്നിട്ടാണ് ഞങ്ങൾ 10 ദിവസം കൂടി നിങ്ങൾക്ക് നീട്ടിത്തരികയാണ്, അതിനുള്ളിൽ നിങ്ങൾ തീരുമാനമെടുക്കണമെന്ന് ട്രംപ് ഇങ്ങനെ പറയുന്നത്. സത്യത്തിൽ അതല്ല സംഭവം. ബ്രിട്ടൻ ഇടഞ്ഞു, സകലമാന ഗൾഫ് രാജ്യങ്ങളും ഇടഞ്ഞു. ഇറാനാണെങ്കിൽ റഷ്യയും ചൈനയും അപ്പുറത്ത് നിർത്തി. ഈ അടി തുടങ്ങിയാൽ വലിയ അടി കിട്ടുമെന്നുള്ള ഭീതി അമേരിക്കയ്ക്ക് വന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ 10 ദിവസത്തിനുള്ളിൽ മറ്റാരെങ്കിലുമൊക്കെ ഉപയോഗിച്ച്, മധ്യസ്ഥരെയൊക്കെ ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം തീർക്കണം, എന്നിട്ട് ഞങ്ങൾ പറഞ്ഞതിന് ഇറാൻ വഴങ്ങി എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി ട്രംപിന് പൊടി തട്ടി സ്ഥലം വിടണം. ഇതാണ് സംഭവം. ഇതിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ വേണ്ടിയാണ് ഈ വലിയ നാടകം കളിക്കുന്നത് അമേരിക്ക. ഇത് തിരിച്ചറിയാതെ അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ഇറാൻ കരയുന്നു, ഇറാൻ തീർന്നു, അല്ലെങ്കിൽ ഇറാന് ഈ പറയുന്ന പോലെ 10 ദിവസം ആയുസ് നീട്ടിക്കൊടുത്തു ട്രംപ് വലിയവൻ, ട്രംപ് വിചാരിച്ചാൽ അങ്ങനെയുള്ള അടികളൊക്കെ അടിക്കുന്നത് വെറുതെ കുറച്ച് വർഗീയ രോഗമുള്ള ആളുകളെ സുഖിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഒരു സന്തോഷം കിട്ടട്ടെ, വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇതങ്ങോട്ട് ഓടട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന ഒരു പണി മാത്രമാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി എടുക്കുന്ന ഒരു പണിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് അമേരിക്കയ്ക്ക്. അവരുടെ സ്വപ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ ചിന്തകളും ഒന്നും അതുപോലെ നടക്കുന്നില്ല. കടുത്ത നിരാശയിൽ തന്നെയാണ് ട്രംപ് എന്ന് തന്നെ പറയാം.